കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 6th സെമസ്റ്ററിലെ ഇലക്ടീവ് പേപ്പറിലൊന്നാണ് ബിഹേവിയറൽ എക്കണോമിക്സ്. അതിൻ്റെ 2023 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിതിൽ പറയുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇതിൽ 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ബിഹേവിയറൽ എക്കണോമിക്സ് എന്താണെന്ന്, റാഷണാലിറ്റി എന്താണെന്ന്, ഹ്യൂറിസ്റ്റിക്സ് എന്താണെന്ന്, ലോസ്, അവേഴ്ഷൻ, ഡിസിഷൻ വെയ്റ്റിംഗ്, ടെമ്പറൽ ചോയ്സ്, ട്രസ്റ്റ്, നഡ്ജ്, യൂട്ടിലിറ്റി ഫംഗ്ഷൻ, അൺസർട്ടനിറ്റി, ഇമോഷണൽ ബയാസസ്, കോപ്പറേഷൻ. ഇനി നമ്മൾ പറയുന്നത് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ബ്രീഫ്ലി ഡിസ്കസ് ദ റോൾ ഓഫ് ബിലീഫ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. വാട്ട് ഡു യു മീൻ ബൈ കോഗ്നിറ്റീവ് ബയാസസ്? എക്സ്പ്ലെയിൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. Explain the concept of absolute probabilistic judgment. Write brief note on construal level theory. What do you mean by intertemporal choice? Explain the concept hyperbolic discounting. ഇനി 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എസ്സേ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത്. ഡിസ്കസ് ദ ഒറിജിൻ ഓഫ് ബിഹേവിയറൽ എക്കണോമിക്സ്. എക്സ്പ്ലെയിൻ ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ബിഹേവിയറൽ എക്കണോമിക്സ്. ഡിസ്ക്രൈബ് ദ ബിഹേവിയറൽ ഗെയിം തിയറി. ഇനി നമ്മൾ പറയുന്നത് 2022 ക്വസ്റ്റ്യനാണ്. ഓക്കെ, 2022 ഇതേ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ. 2022 മാർച്ചിൽ നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പറയുന്നത്. അന്ന് 3 മാർക്സിനായിരുന്നു ക്വസ്റ്റ്യന് ഉണ്ടായിരുന്നത്. 2 മാർക്സിന് പകരം 3 മാർക്സിനായിരുന്നു. അതിൽ ഗെയിം തിയറി, റെസിപ്രോസിറ്റി, കോർഡിനേഷൻ ഗെയിംസ്, സ്ട്രാറ്റജിക് തിങ്കിങ്, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ, പ്രോബബിലിറ്റി, പ്രിഫറൻസ് റിവേഴ്സൽ, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. പ്രോബബിലിറ്റി ജഡ്ജ്മെൻറ്റ്, ചോയ്സ് ആർക്കിടെക്ചർ, കോഗ്നിറ്റീവ് ഇമോഷണൽ ബയാസസ്, ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിങ്. ഓക്കെ, ഇനി 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. എക്സ്പ്ലെയിൻ മെൻ്റൽ അക്കൗണ്ടിങ്. വാട്ട് ഡു യു മീൻ ബൈ ഫ്രെയിമിംഗ് മെൻ്റൽ അക്കൗണ്ട്സ്? എക്സ്പ്ലെയിൻ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിഹേവിയറൽ എക്കണോമിക്സ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ബിഹേവിയറൽ ഗെയിം തിയറി. What are social preferences in behavioral economics? Explain prospective theory. What is the difference between expected utility theory and prospective theory? Explain the nudge theory using suitable example. Define utility function. Explain the shape of utility function and interpret them. അടുത്തത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ബൗണ്ടഡ് റാഷണാലിറ്റി. ഡിസ്കസ് ദ ബൗണ്ടഡ് റാഷണാലിറ്റി ജഡ്ജ്മെൻറ്റ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. വാട്ട് ഈസ് മീൻ by intertemporal choice? Explain constructual level theory. What are the key factors in constructual level theory? ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, 2 വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.